നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് കേരള ഹാർട്ട് വന്നവരാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ഹൃദ്രോഗത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ മുൻപന്തിയിൽ ചികിത്സ നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പ്രതിരോധ ചികിത്സാ ഫലമായിട്ട് ഇന്ത്യയിലെ മുൻപന്തിയിൽ ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ പറഞ്ഞത് സ്ഥാപനത്തിൻ്റെ മേന്മ കാണിക്കാനല്ല, അത്ര അധികം ഹൃദ്രോഗികൾ ചികിത്സ തേടി മെഡിക്കൽ കോളേജിൽ വരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പ്രസക്തി സെപ്റ്റംബർ മാസം 29 എല്ലാ വർഷവും ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ അതിൽ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ പ്രത്യേകത, ലോകത്ത് അറൗണ്ട് 18 മില്യൺ ഡെത്ത്സ് ഹൃദ്രോഗം മൂലം സംഭവിക്കുന്നുണ്ട്. അതായത് 1/3 ഓഫ് ദ ഗ്ലോബൽ ഡെത്ത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ടും അതിൽ പ്രത്യേകിച്ച് ഹൃദയാഘാതം കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയുമായിട്ടും ക്യാൻസർ വളരെയധികം ഉണ്ടെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തന്നെയാണ് ലോകത്ത് മരണനിരക്കിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത്. ഈ കണക്ക് ലോകത്തെമ്പാടും എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിൻ്റെ റിലയബിൾ കണക്കുകൾ വരുന്നത് വികസിത രാജ്യങ്ങളിൽ നിന്നാണ്. വികസ്വര രാജ്യങ്ങളായ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കണക്കുകൾ ഉണ്ടെങ്കിലും അത് ഒരുപാട് അപര്യാപ്തമാണ് പറയാൻ. എന്നാലും വികസ്വര രാജ്യങ്ങളാണ് അതിൽ 75% ഡെത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഒരു അനുമാനം. അങ്ങനെ വരുമ്പോൾ ലോക ഹൃദയ ഫെഡറേഷൻ, വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ഒരു തത്വം വെച്ചു. അതായത് ഈ ഹൃദ്രോഗങ്ങളെ എങ്ങനെയെങ്കിലും കുറച്ച് കൊണ്ടുവരണം. അറ്റ്ലീസ്റ്റ് 2030 വഴി ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ 2000 ആണ്ട് മുതൽ, ഏതാണ്ട് 1999-2000 തുടങ്ങി ലോക ഹൃദയ ദിനം ആചരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഹൃദ്രോഗങ്ങളെ പറ്റിയ ഒരു അവബോധനവും എങ്ങനെ അത് തടയാം എന്നുള്ളതും പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. വികസിത രാജ്യങ്ങളിൽ പ്രതിരോധ നടപടികൾ വഴി ഹൃദയാഘാതത്തിൻ്റെ നിരക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉൾക്കാഴ്ച ഉള്ളിൽ വെച്ചുകൊണ്ട് വികസ്വര രാജ്യങ്ങൾക്കും അതേ നടപടികൾ സ്വീകരിച്ചാൽ അത് കുറയ്ക്കാൻ സാധിക്കുമെന്നും, നമ്മുടെ മുമ്പിൽ എങ്ങനെ തടയാമെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വളരെയധികം ചെലവ് വരുന്ന ചികിത്സാ പദ്ധതികളാണോ വേണ്ടത്? തീരെയല്ല, അങ്ങനെയല്ല. ലഘുവായ ജീവിതചര്യ വ്യത്യാസങ്ങളും നമ്മുടെ കോമൺ ആയിട്ട് എപ്പോഴും സാധാരണ പറയാറുള്ള രക്തസമ്മർദ്ദം, പ്രമേഹം, പുകവലി അല്ലെങ്കിൽ കൊഴുപ്പ്, ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് സിമ്പിൾ ആരോഗ്യ സുരക്ഷാ നടപടികൾ വഴി ഹൃദ്രോഗത്തിനെ 40 മുതൽ 50% അകറ്റി നിർത്താനാണ്. പിന്നെ വരുന്ന കുറേയൊക്കെ ജനിതകമായിട്ടുള്ളത്, അത് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. എങ്കിലും അവരെ നേരത്തെ തന്നെ പരിശോധനയ്ക്ക് വിധേയരാക്കി ക്രമമായിട്ട് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഷുഗറും നിയന്ത്രിച്ചാൽ അവരെയും ഹൃദയാഘാതത്തിൽ തടയാനാവും. അപ്പോൾ ഇത് പറയാൻ കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതോടൊപ്പം ഒരു പ്രധാന കാര്യം, ചെറുപ്പക്കാർ 40 വയസ്സിന് താഴെ ഹൃദയാഘാതത്തിന് അടിമപ്പെട്ട് ഞങ്ങളിൽ ചികിത്സ തേടി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയരാകുന്ന രോഗികൾ കുറഞ്ഞ മുതൽ 15% വരെ നമ്മുടെ തിരു കോളേജിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, 40 വയസ്സെന്ന് പറഞ്ഞാൽ 25 വയസ്സുകാരനും 23 വയസ്സുകാരനുമുണ്ട്. 3 ആഴ്ച മുമ്പ് 23 വയസ്സുകാരനാണ് ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. 12 വയസ്സ് മുതൽ പുകവലി തുടങ്ങിയ അദ്ദേഹത്തിന് 23-ാം വയസ്സിൽ ഹാർട്ട് അറ്റാക്കായി. അതും ഹൃദയത്തിലെ വളരെ മോശപ്പെട്ട അറ്റാക്ക് എന്ന് പറയുന്ന ആൻറ്റിഡോവോൾ ഹാർട്ട് അറ്റാക്ക് പറയും. ഹൃദയത്തിന് മുൻഭാഗത്തെ ഭിത്തി പൂർണ്ണമായും കേടായ ഒരു ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അത് തീവ്രമാണ്. ഈ പ്രശ്നം ചെറുപ്പക്കാരുടെ ഇടയിൽ നമുക്കത് രൂക്ഷ പ്രശ്നമായിട്ട് സമൂഹത്തിൽ ഉയർന്നു വരുന്നുമുണ്ട്. ഇത്രയധികം പുകയില വിരുദ്ധ സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്തിച്ചിട്ടും നമ്മുടെ ഹൃദയാഘാത നിരക്ക് ചെറുപ്പക്കാരിൽ കൂടുതലായി വരുന്നു. വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു 55 അല്ലെങ്കിൽ 60-65 വയസ്സിൽ വരുന്ന ഹൃദയാഘാതം 10 വർഷം മുന്നിലാണ് നമ്മുടെ രാജ്യത്ത് വരുന്നത്, നമ്മുടെ സംസ്ഥാനത്തിൽ വരുന്നത്. അതിൽ പലർക്കും ഇതിൻ്റെ ഭാരിച്ച ചെലവ് താങ്ങാനാകുന്നില്ല.
ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പലപ്പോഴും ആരോഗ്യപരമായ കാർഡും അങ്ങനെ സൗജന്യ ചികിത്സ കിട്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ഇത്തരം ചികിത്സകൾ തേടിപ്പിടിക്കാനുള്ള അവസരങ്ങൾ അപ്രാപ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഹൃദ്രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുക, അല്ലെങ്കിൽ അത് വരാതെ തടയുക. അപ്പോൾ അതിനുള്ള സന്ദേശം ചികിത്സയോടൊപ്പം നൽകുക. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രൊഫസർ മാത്യു അയ്യപ്പ്, ഞാൻ ഡോക്ടർ ശിവപ്രസാദ്, പ്രൊഫസർ സിബു സാറ്, ബിനോയ് സാറ്, കേരള ഹാർട്ട് ഫൗണ്ടേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഞങ്ങൾ കൂട്ടായിട്ട് ശ്രമിച്ച് ചികിത്സ നൽകി. എല്ലാ വൈദഗ്ധ്യം ചികിത്സയും നൽകാം, പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം രോഗം തടയുന്നതിലാണ്. തടഞ്ഞാൽ ഈ ഭാരിച്ച ചെലവ് കുറയ്ക്കാം. ഈ രോഗിയായിരുന്നതിന് മുമ്പ് തന്നെ രോഗത്തിന് അടിമപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള തത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക ഹൃദയ ദിനം ആചരിക്കുന്നത്. ഇത്തവണത്തെ ഒരു തീം എന്ന് പറയുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. അത് കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നുന്നെങ്കിലും അതിൻ്റെ സന്ദേശം ശരിക്ക് കൃത്യമായ വ്യായാമ മുറകളോടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളൊരു സന്ദേശം അതാണ് നൽകുന്നത്. ഇത് ഇത് നടത്തുന്നത് ലോക ഹൃദയ ഫെഡറേഷൻ, വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ആണ്. ഇതിൽ ആദ്യം നടത്തിയത് 2000-ലാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഓരോ തവണയും ഓരോ തീം പറയും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രാധാന്യം പല തവണയായിട്ട് കാണുന്നത് വ്യായാമം കുറവെന്ന് ലോകമെമ്പാടുമുള്ള ഒരു തിരിച്ചറിവ്. അതാണ് ഹൃദയത്തിനെ സംരക്ഷിക്കാനുള്ള ആക്ഷൻസ് എടുക്കുക. ആക്ഷൻസ് മീൻസ് വ്യായാമം, ഭക്ഷണ രീതി, രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക, പ്രമേഹമുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ക്രമമായിട്ട് കൺട്രോൾ ചെയ്യുക, കൊഴുപ്പ് നിയന്ത്രിക്കുക, സമീകൃത ആഹാരം, റിലാക്സ്ഡ് വർക്ക് അറ്റ്മോസ്ഫിയർ, വർക്ക് ലൈഫ് ബാലൻസ്, അതായത് ജോലിയും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു സന്തുലിത അവസ്ഥയിൽ എത്തുക. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു ചെറുപ്പക്കാരി വളരെ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട ഒരു IT പ്രൊഫഷണൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹൃദയാഘാതമാണ് അതിന് കാരണമായിട്ട് പറഞ്ഞത്. ശരിയാണ്, അമിതമായ ജോലി സമ്മർദ്ദം, വിശ്രമമില്ലായ്മ, ഇതെല്ലാം ഹൃദയാഘാതത്തിലേക്ക് വഴിതെളിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്ക് മനസ്സിലാവും. അപ്പോൾ കൂട്ടായിട്ട് ഡോക്ടർമാർ മാത്രം വിചാരിച്ചത് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. സമൂഹം നേരിട്ടിടപെട്ട്, സമൂഹം രാഷ്ട്രീയ ഇടപെടൽ, ഇതെല്ലാം നമ്മുടെ പോളിസി കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ തടയാൻ സാധിക്കുകയുള്ളൂ. ഈ സന്ദേശം വിളംബരം ചെയ്യാനായിട്ടാണ് നമ്മുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഡോക്ടർ മാത്യു അയ്യപ്പ് സാറ് നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇപ്രാവശ്യത്തെ വേൾഡ് ഹാർട്ട് ഡേ ഈ സൺഡേ ആണ്. നേരത്തെ ശിവപ്രസാദ് സാർ പറഞ്ഞല്ലോ, ഈ വേൾഡ് ഹാർട്ട് ഡേയുടെ സന്ദേശം എന്ന് പറയുന്നത് യൂസ് ഹാർട്ട് ആക്ഷൻ. ഇത് നമ്മൾ അതിൻ്റെ ലിറ്റററി മീനിങ് അല്ല, ഒരു ഡീപ്പർ മീനിങ് ഇതിൻ്റെ അകത്തുണ്ട്. യൂസ് ഹാർട്ട് എന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു മീനിങ് അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇതിനെ, നമ്മുടെ അസുഖത്തെക്കുറിച്ച്, നമ്മുടെ ഡ്രോബാക്സിനെ കുറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു കുടുംബം, അല്ലെങ്കിൽ ഒരു സമൂഹം, നമ്മുടെ ഡ്രോബാക്സ്, ഹാർട്ട് ഡിസീസ് പ്രിവെന്റ് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് ഡ്രോബാക്സ് നമ്മൾ തന്നെ മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനം ഏറ്റെടുക്കണം. അതാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു മെസ്സേജിൽ നിന്ന് മീൻ ചെയ്തത്. അപ്പോൾ നമ്മളൊരു ഹൃദ്രോഗത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ് അതിന്റെ പല സ്റ്റേജസ് ആയിട്ടാണ്. നമുക്കറിയാമല്ലോ അതിന്റെ കാരണം ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, സ്മോക്കിംഗ്, ഇതൊക്കെയാണ്. അപ്പം ഈ റിസ്ക് ഫാക്ടേഴ്സ് വരുന്നത് തന്നെ പ്രിവെന്റ് ചെയ്യുക, അതാണ് ഏറ്റവും നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അതാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാതെ സൂക്ഷിക്കുക, ഡയബറ്റിസ് വരാതെ സൂക്ഷിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിവെൻഷൻ, പ്രൈമോഡൽ പ്രിവെൻഷൻ എന്ന് പറയും. അപ്പൊ അതെങ്ങനെയാണ്? അതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ചെലവില്ലാത്ത ഒരു രീതി, പ്രൈമോഡൽ പ്രിവെൻഷൻ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, സ്മോക്കിംഗ്, കൊളസ്ട്രോൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏർലി ആയിട്ട് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് കാരണം നമുക്ക് രോഗം വന്നു, ഹൃദ്രോഗം വന്നു, അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. രോഗി തന്നെ ഇങ്ങനെ ഒരു മനസ്സിലാക്കിയാൽ അത് ഡോക്ടറുടെ അടുത്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കും, ഗ്യാസ് ആണെന്നോ വല്ലോ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ബോധം വരിക, എനിക്ക് അസുഖം ഉണ്ടെന്നൊരു തോന്നൽ വരിക, എന്നാലേ ഏർലി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അത് നേരത്തെ പോകാനൊരു പ്രചോദനം കിട്ടണം. നാലാമത്തത് അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടുക. ഈ പറഞ്ഞ 4 സ്റ്റേജ് ആണ് ട്രീറ്റ്മെന്റിന്റെ പ്രിവെൻഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിനകത്ത് രണ്ടാമത്തെ നാലാമത്തെ
നമ്മൾ റിസ്ക് ഫാക്ടർ ട്രീറ്റ്മെന്റും ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെന്റും നമ്മുടെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലെല്ലാം ഇന്ന് ആശാ വർക്കേഴ്സ് വീടുകളിലോട്ട് ചെന്ന് ആ വീട്ടിലുള്ള ഹൈപ്പർ ടെൻസീവ്സിന്റെയും ഡയബറ്റീസിന്റെയും കണക്കെടുക്കുകയും അവർക്കെല്ലാം പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കി. ഇന്ന് അതിനൊരു ആപ്പ് പോലും ഉണ്ട്, ശൈലി ആപ്പ്. നമ്മുടെ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് 80% കവേർഡ് ആണ്, റൂറൽ പോപ്പുലേഷൻ, ഏർബൻ ഇല്ലെങ്കിലും. അപ്പൊ ആ ഒരു ഏരിയ നല്ലപോലെ നമ്മൾ കേരള ഗവൺമെന്റ് അത് ചെയ്യുന്നുണ്ട്. നാലാമത്തെ കാര്യം ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ഡിസീസ്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് ഗവൺമെന്റ് സെറ്റപ്പിലുള്ളത്. എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും, മിക്ക ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിലും കാത്ത് ലാബ് ഉണ്ട്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി മുതൽ എല്ലാ ചികിത്സാ രീതികളും ഇന്നുണ്ട്. അപ്പൊ ഇതിനുള്ള ഗ്യാപ്പ് ഏരിയാസ് എന്ന് പറഞ്ഞ് ഒന്ന് പ്രൈമോഡിയൽ പ്രിവെൻഷൻ, ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും വരാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പം അങ്ങനെ അതിനകത്തുള്ള എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യുക, അതുപോലെ ഭക്ഷണ രീതികൾ സൂക്ഷിക്കുക, ഇതൊക്കെ എംഫസൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ വേൾഡ് ഹാർട്ട് ഡേയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഘട്ടം, രോഗം വന്നു എന്ന് പേഷ്യന്റ് തന്നെ മനസ്സിലാകണം. നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഹൃദ്രോഗമാണ്, ഒരു സാധ്യതയുണ്ട്, ഈ ഒരു ബോധം വരുത്തുക. അതും ഈ വേൾഡ് ഹാർട്ട് ഡേയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് യൂസ് ഹാർട്ട്, നമ്മുടെ ഹൃദയം മനസ്സിലാക്കുക ഇങ്ങനെ ഈ പ്രശ്നങ്ങളെ കുറിച്ച്, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ആക്ഷൻ എടുക്കുക. അതാണ് ഈ വേൾഡ് ഹാർട്ട് ഡേയുടെ ഒരു തീമിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ സൺഡേ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ഡോക്ടർ സിബു മാത്യു. ശിവപ്രസാദ് സാറും മാത്യു സാറും പറഞ്ഞതുപോലെ നമുക്ക് ഹൃദ്രോഗത്തിന്റെ മരണം കുറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ അപകടം കുറയ്ക്കണമെങ്കിൽ രോഗികളുടെ ഇടയിലോ ജനങ്ങളുടെ ഇടയിലുള്ള അവബോധം, അവയർനെസ് കൂട്ടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഹൃദയ ദിനം ആചരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പലപ്പോഴും നമ്മൾ പറയുന്നത് നോ യുവർ നമ്പേഴ്സ് എന്ന് പറയും. നമ്മളുടെ പ്രഷർ എത്രയാണ്, ഷുഗർ എത്രയാണ് എന്നതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക, നമ്മുടെ റിസ്ക് എത്രയാണെന്ന് അറിയുക. ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവബോധം വരുമ്പോഴാണ് നമുക്ക് പ്രിവെൻഷൻ എന്നുള്ള, അല്ലെങ്കിൽ തടയുക എന്നുള്ളതിലേക്ക് മുന്നോട്ടെത്താൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രാവശ്യം ഹൃദയ ദിന ആചരണത്തോട് കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു CPR അല്ലെങ്കിൽ ഔട്ടർ ഹോസ്പിറ്റൽ കാർഡിയക് അറസ്റ്റ്, അല്ലെങ്കിൽ ഹൃദയ ആഘാതം ഉണ്ടായിട്ട് മരണപ്പെടുന്നതിന് എങ്ങനെ അത് ചികിത്സിക്കാൻ പറ്റുമെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ളത്, ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു CPR ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൽ 50% ആൾക്കാരും ആശുപത്രി എത്തുന്നതിന് മുമ്പ് മരിക്കുന്നതിന് ആശുപത്രിയിലെ സംവിധാനങ്ങൾ എത്ര വിപുലപ്പെടുത്തിയിട്ടും കാര്യമില്ല. അപ്പൊ ആശുപത്രി എത്തുന്നതിന് മുമ്പ് എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് നോക്കുന്നത്. അത് എല്ലാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയാഘാതം നമ്മുടെ വ്യത്യാസമുണ്ട്. ഹൃദയാഘാതം എന്ന് വെച്ചാൽ ഹൃദയം പെട്ടെന്ന് നിന്ന് പോകുന്നതാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ ഹാർട്ടിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുന്നതാണ്. ഹൃദയാഘാതം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഹൃദയം നിന്നുപോയി. ഹൃദയാഘാതം വരുന്നതിന്റെ കാരണം ഹൃദയത്തിന്റെ താളപ്പിഴകളായിരിക്കാം. അങ്ങനെ ഹൃദയാഘാതം ഉണ്ടായാൽ രക്ത ഓട്ടം തലച്ചോറിലേക്കില്ല. 3-4 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിലച്ചത് മൂലം തലച്ചോറിന് കേടുപാട് വരും. അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ ചികിത്സിച്ചില്ലെങ്കിൽ, അവർക്ക് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊരു ആശുപത്രി കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ CPR, കാർഡിയക് പൾമണറി റിസസിറ്റേഷൻ, എത്രയും പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടായ ഒരാളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവബോധം വരുത്തണം. ആർക്കാണ് കൂടുതൽ അവബോധം വരുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം, നമുക്ക് ഓൾറെഡി ഹാർട്ട് രോഗികളായിട്ടുള്ള ആൾക്കാരുടെ ബന്ധുക്കൾക്ക് അവബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ റിസ്ക് കൂടുതലുള്ള വീട്ടുകാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് അവബോധം ഉണ്ടാവണം. പക്ഷെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി നല്ലൊരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ആൾക്കാരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഒരു 1,00,000 ആൾക്കാരിൽ ഒരു 30 മുതൽ 100 പേര് വരെ ഒരു വർഷം ആശുപത്രിക്ക് പുറത്ത് ഹൃദയാഘാതം, പെട്ടെന്ന് ഹൃദയ സ്തംഭനം ഉണ്ടായി മരിക്കുന്നതാണെന്ന് കണക്ക്. അതിനകത്ത് 10% പേരെ മാത്രമേ പലപ്പോഴും നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്കിത് കൂടുതൽ രക്ഷിക്കണമെങ്കിൽ, ഓരോ സെക്കൻഡും പ്രധാനപ്പെട്ടാണ്, കൂടുതൽ രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു CPR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനവും ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കാർഡിയക് മസാജും വെന്റിലേറ്റർ സപ്പോർട്ടും. അതിനകത്ത് ജനങ്ങൾക്ക് ചെയ്യാവുന്നത് കാർഡിയക് മസാജാണ്, ചെസ്റ്റ് കംപ്രഷനാണ്. വെന്റിലേറ്റർ സപ്പോർട്ട് ചെയ്യാൻ എളുപ്പമല്ല. പക്ഷെ അതിനകത്ത് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും? കുറച്ച് മുമ്പ് ശിവപ്രസാദ് സാർ പറഞ്ഞ് പലപ്പോഴും പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ വീശുക, കാല് തിരുമുക, നെഞ്ചത്ത് വെറുതെ തിരുമുക, അങ്ങനെ ഒരു ഉപയോഗമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റും?
അപ്പോൾ അങ്ങനെ പെട്ടെന്ന് രക്ഷിക്കണമെങ്കിൽ നമുക്ക് CPR പറ്റി ഒരു അവബോധം ഉണ്ടാവും. അങ്ങനെ പൊതുജനങ്ങൾക്ക് CPR അവബോധം ഉണ്ടെങ്കിൽ 3 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ ഈ രോഗികളെ രക്ഷിക്കുന്നതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു അവബോധം ഉണ്ടാക്കുന്നതിന് ഒരു ദിവസം കൊണ്ട് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റില്ല എങ്കിലും ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് ഈ CPR ക്ലാസ്സസ് സഹായിക്കും. അതിനുവേണ്ടി പ്രത്യേക മാനിക്കിൻ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിന് എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്നുള്ള ഉപകരണങ്ങൾ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതിന് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റ് ആൾക്കാരും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീഡിയോയും കാണിക്കുന്നു. അപ്പൊ ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ ഈ ഹൃദയ ദിനത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 6:30 മണിക്ക് മ്യൂസിയത്തിൽ ഒരു ഞങ്ങളുടെ സ്റ്റുഡൻസ് നടത്തുന്ന ഒരു ഫ്ലാഷ് മോബ് ഉണ്ട്. അത് പ്രധാനമായിട്ടും ഹൃദയാരോഗ്യ സംരക്ഷണ സന്ദേശം വിളംബരം ചെയ്യുന്ന ഒരു ഫ്ലാഷ് മോബാണ്. ഫ്ലാഷ് മോബ് ഉദ്ദേശിച്ചത് പബ്ലിക്കിന് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാനാണ്. അത് കഴിഞ്ഞൊരു സൂചനയായിട്ടൊരു വാക്കത്തോൺ, അത് മ്യൂസിയം തുടങ്ങി വെള്ളയമ്പലം വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാൾ വരെ വന്ന ചെറിയൊരു വാക്കത്തോൺ, അതിൽ തന്നെ പ്ലക്കാർഡുകൾ, ഹൃദയാരോഗ്യ സംരക്ഷണ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ളൊരു വാക്കത്തോണാണ്. അത് വാക്കത്തോൺ വന്നു കഴിഞ്ഞ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ ഒരു മെഡിക്കൽ ക്യാമ്പ്, ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ഫ്രീ ആയിട്ട് 250 പേർക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവർക്ക് ഈ പരിശോധന നടത്തുന്നതോടൊപ്പം റിസൾട്ട് 11:30-12 മണിക്കിടയ്ക്കായിട്ട് റിസൾട്ട് വിതരണവും നടത്തും അന്ന് തന്നെ. സാധാരണ പലരും വന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കും. റിസൾട്ട് ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കട്ടക്കിരിപ്പുണ്ട്, ഇങ്ങനെ കളക്ട് ചെയ്യാൻ അവർ വരാറില്ല. ഫോൺ നമ്പർ വിളിച്ച് ചില വാട്സപ്പ് മെസ്സേജുകൾ അയക്കുമ്പോൾ അത് റിസീവ് ചെയ്യപ്പെടാറുമില്ല. അത്ര ഒരു അവബോധം അവിടെ കുറവായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ ഉടനെ തന്നെ റിസൾട്ട് എടുക്കുന്ന ഒരു സംവിധാനം, കുറച്ച് ചിലവേറിയതാണെങ്കിലും നമ്മൾ സ്ക്രിപ്റ്റ്സ് വാങ്ങിച്ച് ഉടനെ തന്നെ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ സമയത്ത്, ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഹൃദയാരോഗ്യ സംരക്ഷണത്തിനെ പറ്റി, കൊളസ്ട്രോളിനെ പറ്റി, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, പ്രമേഹ രോഗം, അതുപോലെ ഈ അമിത വ്യായാമമില്ലായ്മ, അമിതമായുള്ള മദ്യപാനശീലം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വിദഗ്ധർ ക്ലാസ് എടുക്കുന്നുണ്ട്. മലയാളത്തിലാണ് സ്ലൈഡ് വെച്ച്, മീഡിയ വെച്ച് ഒരു LED സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്ത് പഠിപ്പിക്കാൻ സെമിനാർ പോലെ നടത്തുന്നു. അതോടൊപ്പം തന്നെ 2 സ്റ്റേഷൻസ്, 2-3 സ്റ്റേഷൻസ് ഇപ്പൊ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ കാർഡിയക് മസാജ്, ഹൃദയ സ്തംഭനം നമ്മുടെ തൊട്ടു മുമ്പിൽ നമ്മൾ പലപ്പോഴും വാർത്തകൾ കാണാറുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെ ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണ് മരിച്ചു, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മരിച്ചു. ഈ പലപ്പോഴും സംഭവിക്കുന്ന ഒരുപാട് പേര് കൂടി നിൽക്കും. ചിലപ്പോൾ സാറ് പറഞ്ഞ മാതിരി കാല് തിരുമ്മി കൊടുക്കും, അല്ലെ വീശി കൊടുക്കും. അതൊന്നും ഒരു രീതിയിലും ഹൃദയത്തിന്റെ പ്രവർത്തനം തിരിച്ച് കിട്ടുന്നില്ല. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം നിയന്ത്രിക്കുന്ന ഏക അവയവം. അത് രക്തചംക്രമണം നിൽക്കുമ്പോഴാണ് ഹൃദയസ്തംഭനം വരുന്നത്. അപ്പൊ അതിന് ചെയ്യാവുന്നത് ഒന്നുകിൽ ഹൃദയം വെളിയിലെടുത്ത് നമ്മൾ തന്നെ പമ്പ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അല്ലേ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഹൃദയം നിന്ന് പോകുമ്പോൾ വി ക്യാൻ ഡു ഇറ്റ് വിത്ത് അവർ ഹാൻഡ്. പക്ഷെ വെളിയിലുള്ളപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്നത് നമ്മുടെ നെഞ്ചിൻ കൂടിൽ ക്രമമായ ഒരു സമ്മർദ്ദം ചെലുത്തി അതിനൊരു താളവും ഒരു റേറ്റുമുണ്ട്. ആ രീതിയിൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ചെറിയ അപകടങ്ങളുണ്ട്, ചെറിയ എല്ലുകളൊക്കെ പൊട്ടാമോ. പക്ഷെ അവിടെ ചെറിയ ഫ്രാക്ചർ അല്ല പ്രധാനം. എങ്ങനെ ഹൃദയത്തിന് അറ്റ്ലീസ്റ്റ് ഒരു 70-80 മില്ലിമീറ്റർ രക്തസമ്മർദ്ദം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ രോഗി മരണപ്പെടാതെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ സാറ് പറഞ്ഞത് ആദ്യത്തെ 4 മിനിറ്റിനുള്ളിൽ ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞിട്ട് കാര്യം മെഡിക്കൽ കോളേജ് കൊണ്ടുവരും. ഇവരെ പലപ്പോഴും ഈ സ്റ്റാച്യൂവിൽ അറസ്റ്റ് ആയിട്ട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമ്പോൾ കാർഡിയക് അറസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കും, പക്ഷേ അവരുടെ ബ്രെയിൻ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിപ്പോകും. ഒരു യൂസും ഇല്ലാത്ത ഒരു വെജിറ്റബിൾ ലൈഫിലേക്ക് അവർ പോകും. ജീവനുണ്ട്, ആർക്കും നമ്മുടെ നിയമം അവര് അങ്ങനെ തന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോഴുള്ളത്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഫലപ്രദമായിട്ട് വിദേശരായ കണ്ടുള്ള ആർക്കും ഒരു ABCD എന്നൊരു വാക്ക് ഒരു ന്യൂമോണിയം ഓർത്താൽ എനിബഡി ക്യാൻ ഡൈ വൺ മോർ തിങ് അറ്റ് എനി പ്ലേസ്. അപ്പൊ അറ്റ് എനി പ്ലേസ് അവിടെ ഒരു കാർഡിയോളജിസ്റ്റ് അടുത്ത് കാണണം എന്നില്ല. പക്ഷെ ആർക്ക് വേണോ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചാൽ ആ മനുഷ്യനാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ദൈവം. അത് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റിലാണ് രോഗിയെന്ന് പ്രധാനമായിട്ടും നമുക്ക് പൾസ് പിടിച്ച് നോക്കിയാൽ തന്നെ അറിയാം.
പലപ്പോഴും കഴുത്തിലെ ഞരമ്പ് നോക്കിയാൽ അറിയാം. നമ്മൾ സിനിമകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്വാസഗതി ഉണ്ടോ എന്ന് നോക്കി വെച്ചു. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ കാർഡിയക് മസാജ് കൊടുത്താൽ തന്നെ ഏതാണ്ട് 60% ഹൃദയ സ്തംഭനം വന്നവരെയും റിവൈവ് ചെയ്യാൻ പറ്റും. അതിൽ മറ്റൊരു പ്രത്യേകത, ചെറിയൊരു രക്തങ്ങളുടെ അടവ് മാത്രമായിരിക്കും മരണത്തിലേക്ക് വഴിതെളിച്ച് ആ സംഭവം ഉണ്ടാക്കുന്നത്. തിരിച്ച് നമ്മൾ റെസിസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻജിയോഗ്രാം എടുക്കുമ്പോൾ നിസ്സാരമായൊരു ഹൃദയധമനിയുടെ ബ്ലോക്ക് ആയിരിക്കണം മരണകാരണം. അതേസമയം അതിനേക്കാൾ ബ്ലോക്കുള്ള വ്യക്തി നടന്നു പോകുന്നുണ്ടാവും. പക്ഷെ അത് ആർക്ക് വേണോ എവിടെ വേണോ സംഭവിക്കാമെന്നുള്ളത് കൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് അവബോധവും ട്രെയിനിങ്ങും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ചില ഫാർമ കമ്പനീസിന്റെ സഹകരണത്തോടെ ഈ മാനിക്യൂൽസ് സംഘടിച്ചിട്ടുണ്ട്. അത് കൊടുക്കാനും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് ലഘുവായ ചില ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനും ഉദ്ദേശിക്കുന്നു. പ്രധാനമായിട്ടും അതൊരു പ്രചരിപ്പിക്കുക. അപ്പോൾ അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ നോക്കി നിൽക്കുന്നില്ല, എല്ലാവരും കൂട്ടം കൂട്ടി നിൽക്കുക. അത് തന്നെ ഒരു അപകടമാണ്. കാരണം ഓക്സിജൻ വേണ്ടത്ര രീതിയിൽ കിട്ടില്ല, ഇത്തിരിയെങ്കിലും ശ്വാസമുള്ളവർക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടില്ല. അപ്പോൾ ഇതേസമയം ഇതിനേർപ്പെട്ട് കഴിഞ്ഞാൽ അത് രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ പറയുന്നത് റിട്ടേൺ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ എന്ന് പറയും, ROSC. റിട്ടേൺ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷന് സഹായിക്കുന്ന നടപടിയാണ് എക്സ്റ്റേണൽ കാർഡിയക് മസാജ്. അത് തുടങ്ങി ചിലപ്പോൾ ആശുപത്രി വരെ നീട്ടേണ്ടി വരും, വണ്ടിയിലും അത് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാനും പിന്നെ മനുഷ്യനല്ലാതെ കൃത്രിമമായിട്ട് കൊടുക്കാവുന്ന ഒരു ഉപകരണത്തിന്റെ ഡെമോൺസ്ട്രേഷനും ഞങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ ICUയിൽ അതുണ്ട്, അത് ഉപയോഗപ്രദമാക്കുന്നുണ്ട്. അതിനെയും ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഇത് വന്നിട്ട് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റേജിൽ പ്രിവെൻഷൻ മാത്രം സ്ട്രെസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ഹൃദ്രോഗികൾ ഉള്ള സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇവിടെ ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, ഹാർട്ട് അറ്റാക്ക് മൂലം ദുരിതം അനുഭവിക്കുന്നവരുടെ എണ്ണം എന്തായാലും ഇതോടൊപ്പം ഒരുപാട് പേരുണ്ട്. ഇതിന് ചികിത്സ വിദഗ്ധമായി നൽകുന്നതോടൊപ്പം ഹൃദയാഘാതം വരാതെ തടയുക, അതായത് പ്രൈമറി പ്രിവെൻഷൻ, പ്രൈമോഡിയൽ പ്രിവെൻഷൻ, രോഗമേ വരാത്ത, ഹൈപ്പർ ടെൻഷനേ വരാത്ത രീതിയിൽ അത് ലഘുവായിട്ട് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ചെറുപ്പക്കാർ, നമുക്കറിയാം അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന ശീലമുണ്ട്. അത് കുറച്ചാൽ പ്രഷർ കുറെ നിയന്ത്രിക്കാൻ സാധിക്കും. പുകവലി ശീലം പാടെ ഉപേക്ഷിച്ച് ചെറുപ്പത്തിലെ അത് ശീലിക്കാതിരുന്നാൽ ഒരു പക്ഷേ പുകവലി ജന്യമായ ഹൃദ്രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും. ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള വ്യക്തി ക്രമമായിട്ട് രക്തം പരിശോധിച്ച് ഷുഗർ ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന അവർക്ക് നേരത്തെ കണ്ടുപിടിക്കാനാവും, നേരത്തെ ചികിത്സ തുടങ്ങാനാവും. നമുക്കുണ്ടാകാവുന്ന ഡയബറ്റിസ് ബന്ധമായ കോംപ്ലിക്കേഷൻസ് ഒരു 10-15 വർഷം അങ്ങോട്ടേക്ക് തള്ളാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ യൂസ്ഫുൾ ലൈഫ് സമയത്ത് ഫാമിലിക്ക്, സമൂഹത്തിന് പ്രയോജനപരമായി ജീവിക്കാൻ സാധിക്കും, രോഗിയായിട്ടല്ലാതെ. അതാണ് നേരത്തെ കണ്ടുപിടിക്കുക, പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വിദ്യാസമ്പന്നരാണ്, അറിയാമെങ്കിലും വരുമ്പോൾ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. അത് തെറ്റാണ്. തടയാൻ സാധിക്കണം, തടയാൻ സാധിക്കും. നിസ്സാര ചെലവേ ഉള്ളൂ. അതിന് ഊന്നൽ കൊടുത്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ കേട്ടില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിലാണ് ക്യാമ്പും സെമിനാറും നടത്തുന്നത്. 7 മണി മുതൽ ഉണ്ട്. 10:30 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാഡം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ശ്രീ ശിവൻകുട്ടി സാറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ MLA അവർ അധ്യക്ഷം വഹിക്കുന്നു. പ്രിൻസിപ്പൽ ലിനറ്റ് മാഡം, പിന്നെ നമ്മുടെ സൂപ്രണ്ട് സുനിൽകുമാർ സാറിനെല്ലാം ആശംസാ പ്രസംഗങ്ങളും ചർച്ചകൾക്ക് നേതൃത്വവും നൽകുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടാവും, ഹോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അത്യാവശ്യം ഡ്യൂട്ടിക്കുള്ളവർ മാത്രമായിരിക്കും ആശുപത്രിയിൽ. 10:30 മണിയോടെ ഈ മെഡിക്കൽ ക്യാമ്പ് കഴിയും. അതിനുശേഷം റിസൾട്ട് വിതരണവും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഒരു പ്രചോദനം കഴിഞ്ഞ നമ്മളിപ്പോൾ 2004 മുതൽ ഇത് നടത്തുന്നുണ്ട്. കേരള ഹാർട്ട് ഫൗണ്ടേഷൻ നിലവിൽ ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകിയാണ് കേരള ഹാർട്ട് ഫൗണ്ടേഷൻ വന്നത്. ഹാർട്ട് ഫൗണ്ടേഷൻ പ്രശസ്തമായ രീതിയിൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ക്യാമ്പുകൾ നടത്തുന്നതോടൊപ്പം കമ്മ്യൂണിറ്റി സർവേ നടത്തിയിരുന്നു. അതായത് ഹൃദയമിടിപ്പിന്റെ വ്യത്യാസമായ എട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയമിടിപ്പ് വ്യത്യാസം വരുന്ന ഒരെണ്ണം, അതുപോലെ ഹാർട്ട് ഫെയിലിയർ, ഹൃദയത്തിന്റെ മസിലുകൾക്ക് വരുന്ന
മന്ദത കൊണ്ടുവരുന്ന പമ്പിംഗ് ശക്തി കുറവ്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി അതിന് നാഷണൽ ലെവലിൽ ഞങ്ങൾക്ക് കേരള ഹാർട്ട് ഫൗണ്ടേഷൻ അവാർഡും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് 2022 അവാർഡുകൾ കിട്ടിയത്. അതിൻ്റെ തുടർ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫോളോ അപ്പ് പുതിയ പ്രോജക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ പ്രിവെൻറ്റീവ് വർക്ക് എടുക്കുന്നത്. മാത്രമല്ല മെഡിക്കൽ കോളേജിലെ ഒരുപാട് സേവനങ്ങൾ ഹാർട്ട് ഫൗണ്ടേഷൻ മുഖേന നടന്നു വരുന്നു. ഒന്ന് കാത്ത് ലാബ്, 2 TMT എന്ന് പറഞ്ഞ എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ്, നേരത്തെ ഹൃദ്രോഗം കണ്ടുപിടിക്കുന്ന സ്ട്രെസ്, ഹോൾട്ടർ പരിശോധന, 24 മണിക്കൂറുള്ള ECG പരിശോധന, എക്കോ പരിശോധനയുടെ ഒരു പ്രധാന ഭാഗം വഹിക്കുന്നത് ഹാർട്ട് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത്തരം സേവന മേഖലകളിലും ഹാർട്ട് ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു വോളണ്ടറി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അതിൽ പ്രധാനമായിട്ടും ഹൃദ്രോഗം തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിപുലമായ രീതിയിൽ ആവിഷ്കരിച്ചതാണ്. സാമ്പത്തിക മാന്ദ്യം കാരണം അത്രയധികം ഡെവലപ്മെന്റ് ആയിട്ടില്ല. പുതിയ ബിൽഡിങ്, പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയൊക്കെയാണ് ആദ്യം വിഭാവനം ചെയ്തിരുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നപ്പോൾ അതിന് കുറച്ചൊരു ഇത് വന്നു. എങ്കിലും വളരെ സ്തുത്യർഹമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് സേവനങ്ങൾ നൽകി വരികയാണ് ഇപ്പോഴും. ഡേറ്റ് ഒന്നുകൂടെ പറഞ്ഞു സാർ. 29 സെപ്റ്റംബർ. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 29 തീയതി ആഴ്ച വ്യത്യാസം തന്നെ വേൾഡ് ഹാർട്ട് ഡേ ആഘോഷിക്കും. തുടക്കത്തിൽ 2011 വരെ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെയാണത് സെപ്റ്റംബർ 29 മതി എന്നൊരു തീരുമാനം വന്നത്. അപ്പൊ ഇത്തവണ സെപ്റ്റംബർ 21 ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയുമായി. 400 ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് രാജ്യത്തിലെ നമ്മുടെ ആദ്യത്തെ ഇന്ത്യയിലെ 5ാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏറ്റവും അധികം ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. പ്രൈമറി എന്ന് പറയുന്നത് അത്യാഹിതം ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് ആൻജിയോപ്ലാസ്റ്റിയിൽ കേരളം 2ാമത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് 2ാമതായിരുന്നു ഇന്ത്യയിൽ. 2023. എത്ര സമയം വേണം? മെഡിക്കൽ കോളേജ് വരാന്തയിൽ പേഷ്യന്റ് കാഷ്വാലിറ്റിയിൽ എത്തിയാൽ വിത്തിൻ 30 മിനിറ്റ്സ് ആൻജിയോപ്ലാസ്റ്റി ചെറിയ എല്ലാ പേപ്പേഴ്സ്, അതായത് പ്രധാനമായിട്ട് ആൻജിയോപ്ലാസ്റ്റിക്ക് ഒരു സാമ്പത്തികമായിട്ട് ചെലവുള്ള ഏർപ്പാട്, ഫ്രീ ഇതല്ല, നമ്മൾ കൊടുക്കുന്നത് ഗവൺമെന്റ് സ്കീമിൽ പെട്ട കാർഡുണ്ട്, ഗവൺമെന്റ് ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് വിത്തിൻ 30 മിനിറ്റ്സ് അവരുടെ ആൻജിയോപ്ലാസ്റ്റി കംപ്ലീറ്റ് ആയിരിക്കും. അതായത് ഫിനിഷ് ചെയ്ത പേഷ്യന്റ് തിരിച്ച് ICUയിൽ എത്തിയിരിക്കും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ്. കാരണം നമുക്ക് ഹിച്ചസ് വരുന്ന കാർഡ് ഇല്ലാതെ വരുന്ന ആൾക്കാർ അവരുടെ ഫൈനാൻസ് എങ്ങനെയാണെന്ന് അവർ അറേഞ്ച് ചെയ്തത്. അത് മാറി, ഒരുപാട് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞോണ പത്രവാർത്ത വന്നതോടൊപ്പം അതിനേക്കുള്ള റെക്ടിഫിക്കേഷൻ സ്റ്റെപ്സ് വന്നു. ഇപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് വിത്തിൻ 30 മിനിറ്റ്സ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ലോകമെമ്പാടും ഒരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെന്ററിലാണ് രോഗി എത്തിപ്പറ്റുന്നതെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിബന്ധന വെച്ചിട്ടുണ്ട് വേൾഡ് ഹാർട്ട് ഓരോ കാർഡിയോളജിക്കൽ സൊസൈറ്റികളും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിലേ ആക്കിയാൽ നമ്മൾ ഗൈഡ് ലൈൻ പ്രകാരം അല്ല കാര്യങ്ങൾ നീക്കുന്നതെന്ന് വരും. അത് ഇപ്പം വ്യക്തമായി പരിഹരിച്ചിട്ടുണ്ട്. കാർഡ് പക്കാ കാർഡായിട്ട് വരുന്ന ആളിന് അപ്പോഴും തന്നെ ഇപ്പോൾ കാഷ്വാലിറ്റി ചിലപ്പോൾ 5 മിനിറ്റിനുള്ളിൽ ചെയ്ത കേസും ഉണ്ട്. കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മുടെ ICUയിലേക്ക് എത്താൻ ഒരു നില വ്യത്യാസമുണ്ട്. ഈവൻ അത് തന്നെ ഒരു റെഡ് സോൺ വെച്ചിട്ട് റാപ്പിഡ് പ്രയോറിറ്റി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാത്ത് ലാബ് ഓൾറെഡി 24 മണിക്കൂറും സജ്ജമാണ്. ഓരോ ദിവസവും ഓരോ യൂണിറ്റാണ്, 24 മണിക്കൂറും സജ്ജമാണ്. പേഷ്യൻ്റ് എത്തി എലിജിബിൾ ആണെങ്കിൽ കാർഡും കാര്യങ്ങളെല്ലാം പതിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 5 to 10 മിനിറ്റ്സ് ചെയ്ത കേസസ് ധാരാളമുണ്ട്. അതേസമയം ഡിലേ വന്നത് കാർഡിൽ ചിലപ്പോൾ പേര് മാറിയായിരിക്കും, അല്ലെങ്കിൽ വയസ്സ് മാറിയായിരിക്കും, അല്ലെങ്കിൽ സ്പെല്ലിംഗ് തെറ്റായിരിക്കും. അത് കറക്ഷൻ ചിലപ്പോൾ സമയമെടുക്കും. അത് രോഗികൾ മുൻകൂട്ടി കണ്ട് കറക്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഒരു ഡിലേ പഴയ പോലെ ഡിലേ ഇല്ല. സാർ, ഈ ജിമ്മിലെ എക്സസൈസ് ഇത് ശരിക്കും എക്സസൈസ് ആണോ? അപ്പം നമ്മളൊരു ജിമ്മിലെ അത് വ്യായാമമായിട്ട് കണക്കാക്കാൻ പറ്റും? ഒരു രണ്ട് കാര്യങ്ങൾ നമുക്ക് ഐസോട്രോണിക്കും ഐസോമെട്രിക്കും ടൈപ്പ് ഓഫ് എക്സസൈസസ് ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് എയറോബിക് എക്സസൈസസ്. എയറോബിക് മീൻസ് നമ്മൾ മൂവ് ചെയ്യുന്നു, വെയിറ്റ് അധികം. എന്നാൽ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മസിലുകളുടെ ടോൺ കുറഞ്ഞു തുടങ്ങും. ഐസോമെട്രിക് മാത്രം പോരാ, അപ്പോൾ ഐസോട്രോണിക്കും വേണം.
അങ്ങനെ വരുമ്പം ലേശം വെയിറ്റ് എടുക്കുന്ന എക്സസൈസസും ആവശ്യമുണ്ട്. അതേസമയം നമുക്ക് ഭയങ്കര വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെ ഈ വെയിറ്റ് ലിഫ്റ്റേഴ്സ് ചെയ്യുന്ന പോലെ അത്ര ഭയങ്കര വെയിറ്റ് ഒക്കെ എടുത്ത് നമ്മുടെ പരമാവധി സ്ട്രെയിൻ എടുത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യണമെന്നില്ല. നമ്മുടെ കപ്പാസിറ്റി എത്രയോ അതിൻ്റെ 80% അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ മതി നമ്മുടെ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ ഒരു ദിവസം 80% അച്ചീവ് ചെയ്യുമ്പോൾ ക്രമമായിട്ട് ചെയ്യുന്ന ആളിന് ഒരു മാസം കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ 20 കിലോ എടുക്കാൻ പ്രയാസപ്പെടുന്ന ആളിന് ഒരു മാസം കഴിയുമ്പോൾ സുഖമായിട്ട് 20-30 കിലോ എടുക്കാൻ സാധിക്കും. 40 വയസ്സുള്ള ഒരു രാജ്കുമാർ ഒരു ഫിലിം ബാംഗ്ലൂരിലെ പുള്ളി എക്സസൈസ് അങ്ങനെയാണ് മരിച്ചത്. എന്തോ ഓവർ എക്സസൈസ് ആണ്. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ചില അരിത്മിയ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടാവുന്ന ഇടിപ്പ് വ്യത്യാസങ്ങൾ. അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഹൃദയ ഭിത്തിക്ക് വരുന്ന ചില രോഗങ്ങളുണ്ട്. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. ചെറുപ്പക്കാരിലാണ് പൂർണ്ണമായും കൂടുതലും കണ്ടുവരുന്നത്. അത് ഹൃദയത്തിന്റെ ഭിത്തി സാധാരണ ചിലപ്പോൾ ഒരു 10 മില്ലിമീറ്റർ തിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ 12 മില്ലിമീറ്റർ തിക്ക് ആയിരിക്കും. ഈ വ്യക്തികൾക്ക് അത് ചിലപ്പോൾ 15, 30, 20, 26 അങ്ങനെ കാണും, തിക്നെസ് കൂടിയിട്ട്. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിന്റെ പേശികൾക്ക് ഇടിപ്പ് വ്യത്യാസം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ളവർ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇടുപ്പ് ക്രമം തെറ്റി ഹൃദയം താളം തെറ്റി ഇടിക്കും. ആ താളം തെറ്റി ഇടിക്കുന്നതോടൊപ്പം പമ്പ് നിൽക്കുകയും മരണപ്പെടുകയും ചെയ്യും. ഇത് സഡൻ ഡെത്ത് ഉണ്ടാക്കും. ഇതാണ് പലപ്പോഴും അത്ലറ്റ്സിനും ഓവർ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. അറിയപ്പെടാതെ പോകുന്ന ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ രോഗം. അത് നേരത്തെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എക്കോ പരിശോധന വഴി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു വർഷത്തിനിടയിൽ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ ഒരു വർഷത്തിനിടയിൽ കഴിഞ്ഞ പ്രളയദിനം തൊട്ട് ഈ വർഷത്തിൽ നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആൻജിയോപ്ലാസ്റ്റി കേസുകളുടെ എണ്ണത്തിൽ കുറവാണോ അതോ കൂടുതലാണോ? ഞങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റി ഓരോ വർഷം കൂടി വരുന്നേ ഉള്ളൂ, കുറയുന്നില്ല. 1-2-3 ബോധവൽക്കരണം കൊണ്ട് പലപ്പോഴും പലരും ഇങ്ങനൊരു ചികിത്സാ രീതി ഉണ്ടെന്ന് പറഞ്ഞ് ഓടി വരുന്നവരുണ്ട്. അപ്പൊ അതും ഒരു കാരണമാണ്. അവയർനെസ് കൂടിയത് കൊണ്ട് അവർ ചികിത്സ തേടുന്നു. ഡോക്ടർ, ഈ ബോധവൽക്കരണത്തിന് ഒരു മറുവശമില്ലേ? ബോധവൽക്കരണം നല്ലതാണ്, പക്ഷെ സമൂഹത്തിൽ അനാവശ്യ ഉത്കണ്ഠ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ രോഗം ഇല്ലാത്ത ആളിനും രോഗം ഉണ്ടെന്ന് തോന്നല്, അങ്ങനെ ചികിത്സ തേടുന്ന അവസ്ഥ, അങ്ങനെ ഹൃദ്രോഗത്തിനെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ്. നമ്മൾ പല പ്രാവശ്യം അവരെ റീഅഷ്യൂർ നിങ്ങൾക്ക് ഹൃദ്രോഗമില്ല എന്ന് പറഞ്ഞാൽ അവർ അതിൽ റൂട്ടഡ് ആണ്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് അങ്ങനെ പറയുന്നത്. അവരെ ശരിക്കും നമ്മൾ പരിഗണിച്ച് അവർക്ക് വേണ്ട മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന സപ്പോർട്ടും കൊടുത്ത് കുറച്ചൊരു സൈക്കാട്രിക് കൗൺസിലിംഗ് കൂടെ കൊടുത്താൽ ഒരുപാട് പേരെ മാറ്റാൻ പറ്റും. പക്ഷെ അത് അങ്ങനെ ആവണമെന്നില്ല. കാരണം അവരുടെ മാനസിക നില അവരൊരു രോഗിയാണ് എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് സമൂഹത്തിൽ, അത് പ്രത്യേകതര രോഗം ഹൈപ്പോകോൺട്രിയാസിസ്. അതായത് എനിക്ക് രോഗമുണ്ട്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ബോധവൽക്കരണം നടത്തിയില്ലെങ്കിലും അവർ ഹൃദ്രോഗിയായിട്ട് വരും. ഹൃദ്രോഗമാണ് എനിക്കെന്ന് സ്വമേധയാ ലേബൽ ചെയ്ത് ഞങ്ങളുടെ അടുത്ത് വരും. ഞങ്ങൾ പല തിരിച്ചും മറിച്ചും ഉള്ള നൂതന പരിശോധന അത്രയും നടത്തിയെന്ന് പറയും നിങ്ങളുടെ ഹൃദയം നോർമലാണ്. ആദ്യം 3-4 മാസം ആശ്വാസകരമായിട്ട് പോകും, പിന്നെ 6 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. അതൊരു മാനസിക അവസ്ഥയാണ്. നല്ല കൗൺസിലിങ്ങും സൈക്കാട്രിക് ഹെൽപ്പും കൊടുത്ത്, കൗൺസിലിംഗ് ഹെൽപ്പ് കൊടുത്ത്, സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് അല്ല, കൗൺസിലിംഗ് ഹെൽപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഒരുപാട് പേര് അതിൽ നിന്ന് മാറാറുണ്ട്. ഒരു 50-60% അവർ ഒരു റീഅഷ്യൂർഡ് ആകും. പക്ഷെ ഒരു കണക്കിന് അവബോധനം നല്ലതാണെന്ന് വെച്ചാൽ ഇഗ്നോർ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഓവർ അവയർനെസ്. അല്ല, ഇപ്പൊ പരിശോധനകൾ അധികം സ്വകാര്യ മേഖലയിലൊക്കെയാണ്. ഇതൊരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ബോധവൽക്കരണം കൂടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ടെസ്റ്റുകൾ കൂടിക്കഴിഞ്ഞാൽ സ്വകാര്യ ലാബുകൾക്ക് അവർക്കത് വരുമാനമല്ല. ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ബോധവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാമെന്ന്, ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ എന്താണ്, ഈ ഇരിച്ചിൽ ഗ്യാസ് കൊണ്ട് എല്ലാം ഹാർട്ട് അറ്റാക്ക് ആണോ, കുത്തിക്കൊള്ളുന്ന വേദന പോലുള്ള ഹാർട്ട് അറ്റാക്ക് ആണോ, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള അവയർനെസ്, രോഗം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ്, നമുക്ക് എങ്ങനെ വ്യായാമം കൃത്യമായിട്ട് ചെയ്യാന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവയർനെസ്. മറ്റെന്ന് പറയുകയാണെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ, ഒരു ദിവസം പോയി ഒരു ഹെൽത്ത് ചെക്കപ്പ് പ്ലാന് പോയി കുറെ ബ്ലഡ് ഷുഗറും കുറെ ടെസ്റ്റും കണ്ടു, ഒരു ECG എടുത്ത് എക്സ്റേ എടുത്തു, അത് ശരിക്കും ഒരു ബോധവൽക്കരണമല്ല. ഈ ഹെൽത്ത് ചെക്കപ്പ് പ്ലാനും പല സ്ഥലത്തും ഉണ്ട്, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബോധവൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇതിനെപ്പറ്റി കൂടുതൽ അവബോധം ഉണ്ടാക്കുക. ഇത് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്ത് വേദനയാണ് ശരിക്കുള്ള വേദന, ഹൃദയവേദന, ഏതാണ് ഗ്യാസ്, അതിലുള്ള ബോധവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ കാര്യം, പലപ്പോഴും ഒരു 45 വയസ്സുകാരന് അതുവരെ ഗ്യാസിന്റെ ഉപദ്രവമൊന്നും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഗ്യാസ് ആണ് എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യുന്നതിന് മുമ്പ് ഹൃദയത്തിന്റെ അസുഖം അല്ല എന്ന് ഉറപ്പാക്കുക. അത് പലപ്പോഴും എന്നെ പഠിപ്പിച്ച ഡോക്ടർമാർ സാറന്മാരടക്കം
തെറ്റിദ്ധാരണാജനകമായിട്ട് അത് ഗ്യാസാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വൈകുന്നേരം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ട ഡോക്ടർമാരും ഉണ്ട്. അതാണ് ഇതിലൊരു ചതിവെന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് ഗ്യാസ് പോലെ പ്രസന്റ് ചെയ്യാം. ഗ്യാസ് ആണ് എന്ന് പറയുമ്പോൾ ഗ്യാസ് കൊണ്ടാരും മരിക്കില്ല, പക്ഷെ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ് ആണ്, ഒരു സോഡ കുടിച്ചിട്ട് പിന്നെ ആവാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ECG എടുത്ത് നോക്കി ആ രോഗത്തിന് ഇല്ല എന്ന് ഉറപ്പാക്കുക, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വിജിൽ വെക്കുക. എനിക്ക് മാറിയില്ലല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, ഒരു സേവനം തേടുക. അത് പലപ്പോഴും ഒരുപാട് ഗുണപ്രദമായിരിക്കും എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഞാൻ പറയാം. ചെറിയ അളവിലുള്ള മദ്യപാനം ഈ ചില ഡോക്ടേഴ്സ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഈ ആക്ച്വലി അതിലെന്തെങ്കിലും സത്യമുണ്ടോ? വളരെ വിവാദപരമായ ഒരു ടോപ്പിക്കാണ് താങ്കൾ എടുത്തിട്ടത്. പക്ഷേ ലോകത്തിലെ ശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ മദ്യപാനശീലം ചില ആൾക്കാരിൽ വളരെ വളരെ ആസക്തിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കസ്റ്റം എന്നുള്ളതല്ല. മദ്യപാനശീലം ഉള്ള സമൂഹങ്ങളുണ്ട്. അതിൽ മദ്യത്തിനെ കുറിച്ച് പറയുന്നത് അമിത മദ്യപാനം അപകടമാണ്. ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് മദ്യപാനശീലം വഴിവെക്കും, പ്രത്യേകിച്ച് കരൾ ക്യാൻസറിന്. ഹൃദ്രോഗത്തിനെ സംബന്ധിച്ച് ചെറിയ തോതിൽ മദ്യപാനം സുരക്ഷിതമാണോ എന്ന് വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഹൃദയാഘാതത്തിനെ തടയുന്ന HDL ഘടക കൊളസ്ട്രോൾ കുറച്ച് ലേശം കൂടുന്നതായിട്ട് മദ്യപാനം ശീലം അമിതമായിട്ടില്ലാത്ത ആൾക്കാരിൽ കൂടുന്നതായിട്ട് കണ്ടതായ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ വ്യക്തമായ തെളിവുകളോ റെക്കമെൻഡേഷൻസോ വന്നിട്ടില്ല. പക്ഷെ നിങ്ങളൊരു മദ്യപാനശീലിയാണ്, മദ്യപാന ആസക്തിയുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് എൻ്റെ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ നൽകാവുന്ന ഉപദേശം മദ്യപാനശീലം അമിതമാകരുത്. ലഘുവായിട്ട് നിങ്ങൾ കഴിക്കുന്ന, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ ലഘുവായിട്ട് എന്ന് പറയുന്നത് നമ്മൾ 30 to 60 ml. പക്ഷെ ഇത് ദയവ് ചെയ്ത് പത്രത്തിൽ കൊടുക്കരുത്, കാരണം അതിൽ അമിതമായ മദ്യപാനശീലത്തിൽ ഈ 30 ഒന്നും നിൽക്കില്ല, 300 600 പോകും. ദയവ് ഇത് എൻ്റെ പേര് കോട്ട് ചെയ്തത്, പക്ഷെ ഞാൻ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. റെക്കമെൻഡേഷൻ ഇല്ല, പക്ഷെ ചിലർക്ക് പറ്റില്ല, എനിക്കിതാണ് ശീലം, അങ്ങനെ ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ചില ആൾക്കാരിൽ ഇത് അഡിക്ഷൻ ഉണ്ടാക്കുക. അതുകൊണ്ട് ഒരു പ്രിവെന്റീവ് ഒരു ആസ്പെക്ട് ഇത് പറയാൻ പറ്റത്തില്ല. കാര്യം ആർക്കാണ് ഇത് അഡിക്ഷൻ വരുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ ജങ്ക് ഫുഡ്സ് ഓൾറെഡി ജങ്ക് ഫുഡ് ഷുഡ് ബി അവോയ്ഡഡ്. ബിക്കോസ് അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അൺഅക്സെപ്റ്റബിൾ പൂരിത കൊളസ്ട്രോൾ കൂടുതലുള്ള ഫുഡ് ഐറ്റം ആണത്. പിന്നെ സെക്കൻഡ് തിങ്, അതിൽ ഉപയോഗിക്കുന്ന ഓയിലിനെ പറ്റി വ്യക്തമായ ധാരണ ആർക്കുണ്ടാവില്ല. തേർഡ് തിങ്, ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതോടൊപ്പം വളരെ അൺഹെൽത്തി ഹാബിറ്റ്സ് ആണത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഹൃദയത്തിന് സ്വീകാര്യമായ ഭക്ഷണം ചോദിച്ചാൽ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ സീരിയൽസ്, അതായത് മുഴുധാന്യം, നമ്മൾ പൊടിച്ച് മൈദ പോലത്തെ അല്ലാതെ മുഴുധാന്യം. പിന്നെ ഈ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്തുള്ള ഭക്ഷണം, ലീൻ മീറ്റ്, അതായത് കൊഴുപ്പ് വളരെ കുറച്ച് മാത്രം കണ്ടന്റ് ആയിട്ടുള്ള മീറ്റ്, ഫിഷ് പ്രോഡക്ട്സ്, ഫിഷ് നല്ലത്. നെവർ ടേക്ക് ടിൻഡ് ഫുഡ്സ്. ടിൻഡ് പ്രോസസ്ഡ് ഫുഡ് എല്ലാം റിഫൈൻഡ് ആണ്. അത് ഒരുപാട് ഹൃദയാരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഫുഡ് സബ്സ്റ്റൻസ് ആണ്, അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ പാക്കറ്റിൽ വരുന്ന, പറയാൻ പാടില്ലെങ്കിൽ പല ചിപ്സ് പോലെ പല സാധനങ്ങൾ പാക്കറ്റിൽ വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇവിടെ കാണിച്ചിട്ട് ചിപ്പ് കത്തിച്ച് ഒരു ബനാന ചിപ്സ് എടുത്ത് വെച്ച് കത്തിച്ച് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ യു കൻ സീ ദാറ്റ് ഇൻ ദാറ്റ് ചിപ്പ് 3 drops of oil dropped out of that when it was burning. അപ്പോൾ നമ്മൾ ഉള്ളിലാക്കുന്നത് ഒരു കഷ്ണം ചിപ്പ്, ഒരു പീസ് കഴിക്കുമ്പോൾ യു ആർ ടേക്കിംഗ് 3 drops of oil in you, which is not needed. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനം ഫ്രൈ ആയി ക്രിസ്പായിട്ടിരിക്കുന്നതോടൊപ്പം ഇറ്റ് അബ്സോർബ്സ് ഓയിൽ. അത് ഓയിൽ കണ്ടന്റ് അതിൻ്റെ അകത്തുണ്ട്. കത്തിക്കുമ്പോൾ കത്തി കഴിയുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന തുള്ളി ഓയിലാണ്, ബ്ലാക്ക് ഓയിൽ. ഇത് നമുക്ക് കോക്കനട്ട് ഓയിലിൽ ഫ്രഷ് ആയിട്ട് വീട്ടിൽ വെച്ച സാധനമാണ് ഞാൻ കത്തിച്ച് കാണിച്ചത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓയിൽ, യു കനോട്ട് പ്രിവെന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിൻ്റെ ആസക്തി കൂടുതൽ കുറച്ച് കഴിക്കാം അല്ലേ, അല്ലെങ്കിൽ അത് കഴിക്കാതെ അവോയ്ഡ് ചെയ്യാം. എനിക്കത് വേണ്ട, ഐ വിൽ ടേക്ക് എ ഫ്രഷ് ഫ്രൂട്ട്. ഇപ്പോഴത്തെ ശിവശങ്കരൻ സാർ റിട്ടയർഡ് പ്രൊഫസർ ഓഫ് SCT കാർഡിയോളജിസ്റ്റ് ആണ്. പുള്ളി പറയാറുള്ളത് നമ്മുടെ ഈ ബർത്ത്ഡേ ആഘോഷങ്ങൾ പലപ്പോഴും കേക്ക്, ക്രീമി ലെയർ കേക്ക്, പല ലെയർ ക്രീം വെച്ച കേക്കാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പുള്ളി പറയുന്നത് അതിന് പകരം ഒരു തണ്ണിമത്തൻ മുറിച്ച് കഴിച്ചാൽ ആരോഗ്യപ്രദമാണ്, നമ്മൾ ഫ്രൂട്ട് കഴിക്കുന്നതായി ആവശ്യമില്ലാത്ത കൊഴുപ്പ് കയറുന്നില്ല. ഇത് നമുക്ക് ഒരു ജോക്കായിട്ട് പറയാം,
പക്ഷെ യാഥാർത്ഥ്യത്തിൽ അതല്ലേ. നമ്മൾ ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ നമുക്ക് വേണ്ട കാലറിയിലധികം നമ്മൾ അകത്താക്കുകയാണ്. ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ ആ ഹോൾ ഡേയിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള കാലറിക്ക് എത്രയോ അധികമാണ് നമ്മൾ അകത്താക്കുന്നത്. നമ്മൾ അവിടെ നിർത്തില്ല. അത് കഴിഞ്ഞ് നല്ലൊരു സംശയസ് ലഞ്ചും കഴിച്ചേ പോവുള്ളൂ. കല്യാണത്തിനോ അതിന് പോയാലും നമ്മുടെ സദ്യ തന്നെ 700 മുതൽ 800 കാലറി മുകളിലാണ് ഒരു ഹിന്ദു മാരേജിൽ വരുന്ന സദ്യ വരുന്നത്. നമ്മുടെ അതേസമയം നമ്മളൊരു ആവറേജ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കൊരു 400-450 കാലറി മതി ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ. നമ്മൾ ആ ഒരു ഉച്ച ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പം 800-850 കാലറി ആയിരിക്കും. അടുപ്പിച്ച് ഒരാഴ്ച കല്യാണം ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ആവശ്യത്തിലധികം കാലറി കയറും, തടി വരും. സർ, ഇപ്പം ടീ ആൻഡ് കോഫി അല്ലെ ഒരു ദിവസം എത്ര ചായ കുടിക്കാം? മാക്സിമം 4 അങ്ങനെയുണ്ടോ? വൺ തിങ് ഇസ് ടീയില് കഫീൻ ടീയിലും കോഫിയിലും കഫീൻ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? ടീ കോഫി കഴിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ കയറുന്ന സാധനമുണ്ട്. അതിനകത്ത് നമ്മൾ പഞ്ചസാരയിട്ട് ടീ കഴിക്കുന്നതാണെങ്കിൽ എത്ര സ്പൂൺ പഞ്ചസാര ഒരു ദിവസം കഴിക്കും? കൂടുതലാണ്. ഒരു 4 സ്പൂൺ 5 സ്പൂൺ പഞ്ചസാര തന്നെ അതിനകത്ത് കയറും. ആക്ച്വലി 2 വൈറ്റ് പോയിസൺസ് ആണ്. ഒന്ന് ഷുഗറും ഒന്ന് സോൾട്ടും. 2 വൈറ്റ് പോയിസൺസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ സാറ് പറഞ്ഞ പോലെ കേക്കിനകത്ത് ഈ കാർബോഹൈഡ്രേറ്റ്, മധുര റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ പല ആഘോഷങ്ങളിലും ഈ മധുര സാധനങ്ങളുണ്ട്. ചായ കാപ്പി കൂടുതൽ കഴിക്കും തോറും അതിനകത്ത് നമ്മൾ അറിയാതെ തന്നെ ഷുഗർ അകത്ത് കയറുന്നുണ്ട്. 1-2 ചായ 2-3 ചായ കഴിക്കുന്ന കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ എത്ര ചായ കൂടുന്നോറും അത്രയും പ്രശ്നമാണ്. വിത്തൗട്ട് ഷുഗർ ആണെങ്കിൽ അത്രയായിരിക്കും നല്ലത്. വിത്തൗട്ട് ഷുഗർ ആണെങ്കിലും ഇല്ല ടീ കോഫിക്ക് എന്തെങ്കിലും സൈഡ് ഇഫക്ട്? ഒരു വിത്തൗട്ട് അതിനകത്ത് ചായ കാപ്പിയൊക്കെ ചെറിയ കഫീൻ അതിനകത്തുണ്ട്. ചില ചെറിയ താളപ്പിഴകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ കഴിച്ചാലും സാറ് പറഞ്ഞ പോലെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സമൂഹത്തിന്റെ പ്രതിബദ്ധത എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഭക്ഷണത്തിന് നമുക്ക് അവൈലബിൾ ആണ്. അത് സമൂഹത്തിന്റെ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ലഘു ഭക്ഷണം കഴിക്കണം, അടുത്തുള്ള ക്യാൻറ്റീനിൽ പോയി കഴിക്കണം. എന്ത് കഴിക്കാൻ നമുക്ക് കിട്ടും? എണ്ണയിൽ വറുത്ത പഴംപൊരിയോ അല്ലെങ്കിൽ വടയോ അങ്ങനെ സാധനങ്ങളെ പലപ്പോഴും അവൈലബിൾ ഉള്ളൂ. അതിനകത്ത് എത്ര എണ്ണ കാണും, ഏത് എണ്ണയായിരിക്കും? വീട്ടിൽ കുട്ടിക്ക് ഒരു ഭക്ഷണം കഴിക്കണം, ഫ്രിഡ്ജിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു 4 മണിക്ക് നമുക്ക് കുട്ടിക്ക് കൊടുക്കാനായിട്ടുള്ള സാധനം കുട്ടിക്ക് അത്രേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് അവൈലബിൾ ആണോ, നമുക്ക് വ്യായാമം ചെയ്യാനുള്ള സ്ഥലം അവൈലബിൾ ആണോ, ഇതൊക്കെ സമൂഹത്തിന്റെയും കൂടി ഒരു കൂട്ടമായിട്ടുള്ള ഒരു ഇതിൽ കൂടി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ, നമ്മളുടെ ഭക്ഷണ സ്ഥലങ്ങളിൽ, നമ്മുടെ ക്യാൻറ്റീനുകളിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ക്രമീകരിക്കുന്നതെന്നൊക്കെ നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യം. ആവിയിൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ പൊതുവെ നിരുപദ്രവകാരികളാണെന്ന് പറയും. പക്ഷെ ആവിയിൽ ഉപയോഗിക്കുന്ന നമുക്ക് വരുന്ന അടയാണ്. അടയിൽ ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ പറ്റില്ല. അത് ശർക്കര കാര്യങ്ങളെല്ലാം കയറ്റി അവിടെയും കാലറി കൂടി അങ്ങനെയുണ്ട്. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം. അത് ഫൈബർ റിച്ച് ആണ്, കാലറി ഉണ്ട്, കഴിക്കാൻ കൊളസ്ട്രോൾ ഇല്ല. പക്ഷെ ഡയബറ്റീസ് വരുമ്പോൾ അവിടെ പ്രശ്നമുണ്ട്, അവിടെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാലറി ബേസ്ഡ് ഡയറ്റ് എല്ലാ ഇൻക്ലൂഡ് ഓരോ വ്യക്തിയും, എനിക്ക് ഇന്നൊക്കെ ജോലി ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു കാലറി ആവശ്യമായിരിക്കില്ല 24 മണിക്കൂറല്ലോ റോഡിൽ പണിയെടുക്കുന്ന ഒരു കൂലിക്കാരന് വേണ്ടത്. അയാൾക്ക് നല്ല കാലറി 1800 കാലറി വേണം. എനിക്ക് ചിലപ്പോൾ 1100 മതിയാവും ഒരു ദിവസത്തെ കാലറി. അപ്പോൾ അയാൾ 1100 പറഞ്ഞാൽ അയാളുടെ ഈ കൊളാപ്സ്. അപ്പം അങ്ങനെ ഓരോരുത്തരും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് എനിക്ക് ഇത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇത്ര ഭക്ഷണം കഴിക്കണം, അതിൽ പൂരിത കൊഴുപ്പ് എത്രയാകണം എന്നുള്ളത്. അതായത് ഏറ്റവും നല്ലത് വൈറ്റ് മീറ്റ് കഴിക്കാം, ഫ്രൈഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക, ലീൻ മീറ്റ് ആക്കുക, റെഡ് മീറ്റ് കഴിക്കാതിരിക്കുക, ഫിഷ് നന്നായി കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കുക, ഫൈബർ ഡയറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, ക്രമമായിട്ട് വ്യായാമം. ഇത്രയും മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റും, ചിലവില്ല. നടക്കാൻ പോകാനാണെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. കളിക്കാൻ പോകണമെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ വേണം. ഷട്ടിൽ കളിക്കണമെങ്കിൽ 2 പേര് വേണം, അല്ലെങ്കിൽ 4 പേര് വേണം. സ്വിമ്മിങ്ങിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ വേണം. ഇതൊന്നും ആവശ്യമില്ലാത്തൊരെണ്ണമാണ് ക്വിക്ക് വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ്. അതാണ് ബെസ്റ്റ് ഫോം ഓഫ് എക്സസൈസ്. അല്ലെങ്കിൽ സൈക്ലിംഗ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമം ഏർപ്പെടുക, ഹാർട്ട് ഹെൽത്തി ആയിട്ട് ചിന്തിക്കുക, അപ്പോൾ തന്നെ സമൂഹം മാറും. ഈ 250 പേർക്ക് ഫ്രീ ആയിട്ടല്ലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്?
ഏത്? അന്നത്തെ ദിവസം അത് എങ്ങനെ അത് നറുക്കെടുപ്പാണ് എങ്ങനെ അല്ലാണ്ട് രജിസ്റ്റർ രജിസ്ട്രേഷൻ ബേസിസ് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ ഞങ്ങൾക്ക് പ്രീ രജിസ്ട്രേഷൻ വരും. പിന്നെ സമൂഹത്തില് അറിയാലോ, ഇപ്പൊ പ്രീ രജിസ്ട്രേഷൻ പറയാലോ. നമുക്ക് ഫ്രീ അല്ലേ? മീഡിയാസിന് ഫ്രീ അല്ലേ? ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു. മീഡിയക്കാർക്ക് ഫ്രീ അല്ലേ? ഇപ്പൊ എക്സസ് ആയി പോയല്ലോ ചേച്ചി. ബട്ട് ഓൺലി തിങ് ഇസ് വി ഹാവ് ലിമിറ്റഡ് കിറ്റ്. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. മറ്റേ റാപ്പിഡ് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അത് 250 ആണ് നമ്മളിപ്പോൾ ഹാർട്ട് ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് എക്സീഡ് ചെയ്യുമ്പോൾ നമുക്ക് വി ഹാവ് ടു സേ നോ. അത് അതിൽ കിറ്റ് കഴിയുമ്പോൾ അതിൽ 200 എന്ന് ഞാൻ വെക്കുന്നതാണ്. ചിലപ്പോൾ ചില കിറ്റ്സ് ഒരു വാല്യുബിൾ റീഡിങ് കിട്ടില്ല, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഒരു 50 റിപ്പീറ്റ് വെച്ചിട്ട് 200 ടെസ്റ്റ് എന്തായാലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾക്ക് പ്രധാനമായിട്ട് വാർത്ത പൊതുജനങ്ങൾക്ക് എത്തിക്കണം. ക്യാമ്പ് ഉണ്ടെന്നും അവര് ഇതിൽ പങ്കെടുക്കണം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടോ നമ്മൾ തമ്മിൽ സമ്പാദിച്ചിട്ടോ കാര്യം. ഇത് ശരിക്കും യൂസ്ഫുൾ ആകുന്ന പബ്ലിക് ഇത് ടേക്കപ്പ് ചെയ്യുമ്പോഴാണ്. അവരിത് അറിയണം, പങ്കെടുക്കണം, അവർ പറയണം. ആൻഡ് എനിക്ക് കോട്ടൺസ് സ്കൂളിലും മോഡൽ സ്കൂളിലൊക്കെ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ചില കുട്ടികൾ ചോദിച്ച സംശയങ്ങൾ വളരെ പ്രസക്തമായിട്ട് തോന്നിയിട്ടുണ്ട്. വീട്ടിൽ പോയി അച്ഛനമ്മമാർ പുകവലിക്കും അങ്ങനെയുള്ള ഡയബറ്റീസ് കൺട്രോൾ ആക്കണം എന്ന് ചില പറഞ്ഞ കുട്ടികൾ വരെ തിരിച്ചെനിക്ക് റെസിപ്രോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കേരള ഹാർട്ട് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കോട്ടൺ ഹിൽ സ്കൂളിലും മോഡൽ സ്കൂളിലും ഞങ്ങൾ ക്യാമ്പ് നടത്തിയിട്ട് മോർണിംഗ് സെഷൻ അവരുടെ പ്രിൻസിപ്പളിൻ്റെ അനുവാദത്തോടെ വളരെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ വി ആർ നൗ ട്രൈങ് ടു സിങ് വി ഷുഡ് ടീച്ച് ടു ദ യങ്സ്റ്റേഴ്സ്, ടീനേജ് കുട്ടികൾ. അവരാകുമ്പോൾ അവർ അച്ഛനമ്മമാരോട് പറയും. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് ദേ ക്യാച്ച് അപ്പ് വിത്ത് സ്മോക്കിംഗ്. യൂഷ്വലി ആ സമയത്താണ് ഇവർ സ്മോക്കിങ്ങിനെ കുറിച്ച് ആൺകുട്ടികൾ. അപ്പോൾ അതൊന്ന് റിവൈവ് ചെയ്യണം. നമ്മൾ ഈ വർഷം മുതൽ അതൊന്നും തുടങ്ങാനും പ്ലാൻ. ലോക ഹൃദയദിന ആഘോഷങ്ങളെ വിജയിപ്പിച്ചു തരണം. പ്രോഗ്രാമിനെ കുറിച്ച് സംശയം വല്ലതും ഉണ്ടോ? മ്യൂസിയത്തിലാണ് 6:30 ഫ്ലാഷ് മോബ്, ഒരു 7 വാക്കത്തോൺ സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിലോട്ടാണ്. 7:30 ആകുമ്പോൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും. ക്യാമ്പിന്റെ ഇടയ്ക്ക് വെച്ച് ക്ലാസ്സസ് കാണും. സൈമിൾട്ടേനിയസ് ആയിട്ട് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് 7:30 അല്ലേ രജിസ്ട്രേഷൻ? ഓൺ 7:30 ആണോ? 7:30 കാണും. 7:30 നമ്പർ ഉണ്ടല്ലേ? സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലാസ്സസ് അവിടെ കേൾക്കും. അത് റിപ്പീറ്റ് ചെയ്യും. 10:30 ആകുമ്പോഴാണ് പബ്ലിക് മീറ്റിംഗ്. ഈ ബ്രോഷർ വേറെ ഉണ്ടോ? ഇതോ ഉണ്ട്. അതിന്റെ പ്രോഗ്രാം ചാർട്ട് ഉണ്ടോ? പ്രോഗ്രാം ചാർട്ട് കിട്ടി ഇതുണ്ടോ? റൈറ്റ്. താങ്ക് യു സർ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.